പ്രഖ്യാപിച്ചതും ഇമാം നവവി റളിയല്ലാഹു അൻഹു റിയാദുസ് സാലിഹീൻ അടക്കം എടുത്തു ധരിക്കുമ്പോ ഷാഫി ഇമാമിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ് കെട്ടിയുണ്ടാക്കി ഷാഫി ഇമാം മരിച്ചവരുടെ പേരിൽ ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ശുദ്ധമായ കള്ളം വെച്ച് കെട്ടി പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഷാഫി ഇമാം പറഞ്ഞു എന്താണെന്ന് പണ്ഡിതന്മാർക്ക് അറിയില്ലേ? ഷാഫി ഇമാം പറഞ്ഞ മയ്യിത്തിനൊരിക്കലും ഖബറിനൊരിക്കലും ഖുർആൻ ഓതണമെന്നാണ്. അതേ സമയത്ത് ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലമാർക്കാണ്. മയ്യിത്ത് നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലാർക്കാ? നിസ്കരിച്ചാക്കല്ലേ. മയ്യിത്ത് നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലം നിസ്കരിച്ചാൽ ഫലമോ? ഫലം മയ്യിത്തിന്. പ്രതിഫലം എന്ന് പറഞ്ഞാൽ ചെയ്ത പണീന്റെ കൂലിയാ. അതിനാ പ്രതിഫലം എന്ന് പറയും, എടുത്ത പണീന്റെ കൂലി. ഇവിടെ ഈ മൈക്ക് സെറ്റ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, അതിന്റെ കൂലി അതിന്റെ ഓണറും അതിന്റെ പ്രവർത്തകരും കൊണ്ടുപോകും, അതിന്റെ കൂലി. അതേസമയം അതിന്റെ ഫലമായിരിക്കാം, അതിന്റെ പ്രതിഫലം അവർക്കാണ്. ഫലം നമ്മക്കാ. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്നു നിങ്ങൾക്കും അല്ലേ ഫലം. അപ്പൊ ഫലം പ്രതിഫലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയാതെ ഇബ്നു കസീറിന്റെ ഒരു ഉദ്ധരണിയും എടുത്തിട്ട് ഷാഫി ഇമാം മരിച്ച മയ്യിത്തിന്റെ ഖുർആൻ ഓതിയിട്ട് ഫലമില്ല എന്ന് പറഞ്ഞു ഒരു ശുദ്ധമായ കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് മുസ്ലിമീങ്ങളെ ഖുർആനിൽ നകറ്റിയവർ. സുബ്ഹാനല്ലാഹ്. ലഖ്റൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണം മൗതാക്കും എന്ന വാക്കിന്റെ നേരെ അർത്ഥം മരിച്ചവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ അവലിൽ അഹ്യാഇ ജീവിച്ചിരിക്കുന്നവർക്കോ എന്ന് ഇബ്നു മാജ റിപ്പോർട്ടിന്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ നീണ്ട ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലിയുൽ അലീം എന്ന് പറയുന്ന ഒരു ദിക്ർ ചൊല്ലിക്കൊടുക്കാൻ മരിച്ചവർക്ക് ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കോ എന്ന ചോദ്യം സഹാബത്ത് ചോദിച്ചത്. അജ്വദു അജ്വദു അജ്വദു. അതേ മരണം ആസന്നമായ ജീവിച്ചിരിക്കുന്നവർക്കും അത് വളരെ നല്ലതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയായിരുന്നു. ഇദാ ഹദർതുൽ മരീദ അബിൽ മയ്യിത ഫഖൂലു ഖൈറാ. മരിച്ച മയ്യിത്തിനെടുക്കലും മരണമാസന്നമാരുടെ അടുക്കലും രോഗിയുടെ അടുക്കലും ഖൈറായത് ചൊല്ലണമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മയ്യിത്ത് കൊണ്ടുപോകുമ്പോ അതൊരു മുസ്ലിമിന്റെ മയ്യിത്താണെന്ന ആ യൂണിഫോം നിലനിർത്തിക്കൊണ്ടു പോകുമ്പോ അത് പാടില്ല എന്ന് പറഞ്ഞത് ഏത് അബൂജഹലിന്റെ തരീഖത്ത് സ്വീകരിച്ചിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം പാടില്ല എന്ന് പറഞ്ഞത്? ഓ സുഹൃത്തുക്കളെ, ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോ ഞാൻ ചോദിക്കട്ടെ, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ ഞാൻ ഉത്തരം തരുമെന്ന് അല്ലാഹ് പറയും. ആ അല്ലാഹുവിനോട് ദുആക്കുന്ന ഫാത്തിഹ ഓതിയിട്ട് ദുആ ഉത്തരം തരുന്ന ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ ലം തഖറഅ ബിഹർഫിൻ മിൻഹുമാ ഇല്ലാ ഉതീതഹു. ഫാത്തിഹയിൽ നിന്ന് രണ്ടക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ. അതുപോലെ അൽ ബഖറ സൂറത്തിന്റെ അവസാനം രണ്ടക്ഷരമെങ്കിലും ഓതിയിട്ട് ദുആ ഉത്തരം കിട്ടാതിരിക്കില്ല എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ടിന്റെ ഹദീസല്ലേ. അതുകൊണ്ടല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഏത് രംഗത്തും ഫാത്തിഹ ദുആ ചെയ്യുന്നത്? ആ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅനാഹു. ഞങ്ങൾ ഈ ഓതിയതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ തരൂ. എന്നാൽ അതേപോലെ ഒന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ സർവ്വ മഹാന്മാർക്കും നീ കൊടുക്കണം. നമുക്ക് കടപ്പാടുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ അല്ലാഹുവിനോട് പറയാം. എന്നിട്ട് പറയാണ് ഖുസൂസൻ ഇലാ ഹദ്റത്തി സാഹിബി ഹാദൽ ഖബർ, അല്ലെങ്കിൽ ഖുസൂസൻ ഇലാ ഹദ്റത്തി മൻ ഫാറഖനാ മിൻ അഹ്ലി ഹാദിഹി ദാർ. ഈ വീട്ടിൽ നിന്ന് മരിച്ചുപോയ മയ്യിത്തിന് നീ ഞങ്ങൾ ഓതിയതുപോലത്തെ ഒരു പ്രതിഫലം കൊടുക്കണേ, അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമ്പോ ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ എം.എ. യൂസുഫ് അലി സാഹിബിന്റെ പിതാവോ മാതാവോ മരിച്ച ഒരു സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ റൂമില് അദ്ദേഹത്തെ കണ്ണോ കാണാൻ പോയി. സുബ്ഹാനല്ലാഹ്, വലിയൊരു ഡോക്ടറുണ്ട്, ഒരു മൗലവി ഉണ്ട്. അദ്ദേഹം ഇറങ്ങി വന്ന് അവിടെ ഇരുന്ന് ഞാൻ ഫാത്തിഹ വിളിച്ച്, യൂസുഫ് അലി സാഹിബ് ഫാത്തിഹ ഓതുന്നു, ഡോക്ടർ ഫാത്തിഹ ഓതുന്നു. ഈ വലിയ താടിയുള്ള മൗലവി, തലമറക്കാത്ത മൗലവി അയാൾ ഇങ്ങനെ ധൈര്യത്തോടെ ഇരിക്കുന്നു. ഞാൻ എന്തായാലും ഖുർആൻ ഓതൂല. എന്തൊരു വാശിയാണ്! മുഹീദ്ദീൻമാലയിലെ ഖുർആനാ, അത് ഓതുന്നില്ല എന്ന് മാത്രമല്ല കൈ ഉയർത്തിയിട്ട് അദ്ദേഹത്തിന്റെ ബാപ്പാക്കുമാക്കും പുറത്തു കൊടുക്കണേ, ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് തരുന്നതിന്റെ പുറമെ നീ പടച്ച റബ്ബേ അവർക്കും അതുപോലെ ഒന്ന് കൊടുക്കണേ എന്ന് പറയുമ്പോ ഉത്തരം ചെയ്യണേ എന്ന് പറയാനുള്ള സന്മനസ്സില്ലാത്തവർ പിന്നെ എന്തിനാ കങ്ങോക്കിന് വരുന്നത്? പിന്നെ അവരെന്തിനാ മരിച്ച മയ്യിത്തിന് എന്റെ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ വരുന്നത്? സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മൾ മയ്യിത്ത് നിസ്കരിച്ചാൽ പ്രതിഫലം നമുക്ക്, ഫലം മയ്യിത്തിന്. ആ മയ്യിത്ത് നിസ്കാരം തന്നെ മയ്യിത്തിന്റെ പേരിൽ ദിക്ർ ചൊല്ലി, ഫാത്തിഹ ഓതി, സലാത്ത് ചൊല്ലി, ദിക്ർ ചൊല്ലി മയ്യിത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലേ മയ്യിത്ത് നിസ്കാരം? മയ്യിത്ത് മുമ്പിൽ വെച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് ഫലമില്ല എന്ന് പറയുന്ന പുത്തൻവാദി മയ്യിത്ത് മുമ്പിൽ വെച്ചിട്ട് അതാ മയ്യിത്തിന്റെ പേരിൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്തും ചെയ്ത് തക്ബീർ ചൊല്ലിയിട്ട് പിന്നെ ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കുന്നു.
മയ്യത്തിന്റെ പേരിലല്ലേ ഈ ഫാത്തി ഓതിയത്? അല്ലെ ഫാത്തി വെച്ച് ബാക്കി മയ്യത്തിന്റെ പേരിൽ നാ നിയ്യത്ത് ചെയ്തത്? അപ്പൊ ഒരു വിവരവുമില്ലാതെ മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ച കാര്യം, കാനൂ യസ്തഹിബ്ബൂന അൻ യുത്അമ അനിൽ മയ്യിത്ത് സബഅത അയ്യാം. സ്വഹാബികൾ മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കും, മരിച്ച മയ്യത്തിന് ഫലം കിട്ടാൻ. അതേ സമയത്ത് ആ മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് വിലക്ക്. ഇതിൽ സുന്നത്തുൻ ഫഹിയ തുസന്നു ഇജ്മാഅൻ. മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് സുന്നത്താണെന്നതിൽ ഒരു പണ്ഡിതനും തർക്കമില്ലെന്ന് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവയിൽ പറയും. ആ നിലക്ക് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാതെ, മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ, എന്തിനധികം പറയണം ഇബ്നു തൈമിയ്യ പോലും അമ്മ തസദ്ദുഖു അനിൽ മയ്യിതി ലിമൻ യഖറഉൽ ഖുർആന വഗൈരിഹിം. ഖുർആൻ ഓതുന്നവർക്കും ഓതാത്തവർ മയ്യിത്തിന്റെ പേരിൽ ധർമ്മം ചെയ്യുന്നത് യൻഫഉഹു ദാലിക, അത് മയ്യിത്തിന് ഉപകാരം ലഭിക്കും, ഫലം ലഭിക്കും. ബിത്തിഫാഖിൽ മുസ്ലിമീൻ, ഒരൊറ്റ മുസ്ലിമിനും അതിൽ തർക്കമില്ല എന്ന് ഇബ്നു തൈമിയ്യ പോലും ഫതാവയിൽ പറയും. എന്നിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർക്കാൻ നമ്മുടെ കേരളത്തിൽ വന്ന് പ്രവർത്തിച്ച പുത്തനാ ആശയക്കാർക്കെതിരെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പ്രചരിപ്പിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ സുശക്തമാക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് കേൾപ്പിച്ച് ഞാൻ നിർത്തട്ടെ. മുസ്ലിമീങ്ങൾ ഒന്നിക്കണം എന്ന് പറഞ്ഞാൽ, മുസ്ലിമീങ്ങൾ ഐക്യം മുറുകെ പിടിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞ ഫമൻ സർറഹു ബഹ്ബഹത്തുൽ ജന്നതി ഫൽയൽസമിൽ ജമാഅ. സ്വർഗത്തിൽ കാലകാലം താമസിക്കുന്നതിൽ ആർക്കാണോ സന്തുഷ്ടിയുള്ളത് അവർ അതേ മുസ്ലിം കൂട്ടായ്മ മുറുകെ പിടിച്ച് ഐക്യത്തോടെ ജീവിക്കട്ടെ. ആ ഐക്യം എങ്ങനെയാണ് എന്നത് ഇമാം ശാഫിഈ തങ്ങൾ റിസാലയിൽ പറഞ്ഞു. ഫലം യകുൻ ലിലുസൂമി ജമാഅതിഹിം മഅന ഇല്ലാ മാ അലൈഹി ജമാഅതുഹും മിന അത്തഹ്ലീൽ വത്തഹ്രീം. മുഖ്യധാരാ മുസ്ലിമീങ്ങൾ എന്താണോ നിഷിദ്ധമായി കണ്ടത് അത് നിഷിദ്ധമായി കാണുകയും, എന്താണോ അനുവദനീയമായി കണ്ടത് അത് അനുവദനീയമായി കാണുകയും, ആ മുൻഗാമികളായ മുസ്ലിമീങ്ങളെ അനുസരിച്ചും പിന്തുടർന്നും ജീവിക്കലുമാണ് മുസ്ലിം കൂട്ടായ്മ മുറുകെ പിടിച്ചുള്ള ഐക്യത്തോടെയുള്ള മുന്നേറ്റം. വമൻ ഖാല ബിമാ തഖൂലു ബിഹി ജമാഅത്തുൽ മുസ്ലിമീന ഫഖദ് ലസിമ ജമാഅതഹും വമൻ ഖാലഫ മാ തഖൂലു ബിഹി ജമാഅത്തുൽ മുസ്ലിമീന ഫഖദ് ഖാലഫ ജമാഅതഹും അല്ലതി ഉമിറ ബിലുസൂമിഹാ. മുസ്ലിമീങ്ങൾ ഒന്നിക്കണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം മുൻഗാമികളായ മുസ്ലിമീങ്ങൾ കാണിച്ചു തന്ന വഴി അത് പിന്തുടർന്നുകൊണ്ട് ജീവിക്കലാണ്. അതല്ലാതെ കുറെ ആളുകൾ ഒന്നായി ഒരു സ്റ്റേജിലോ സദസ്സിലോ ഒരുമിച്ച് കൂടലല്ല എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ് കിതാബ് റിസാലയിൽ പറഞ്ഞത്. അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് സുന്നി വിശ്വാസികളായ മുഴുവൻ ആളുകളും ഐക്യപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എന്നും പറഞ്ഞിട്ടുള്ളത്. അതിനായിരുന്നു മരിക്കുന്നത് വരെ കെ ഉസ്താദ് അവറുകൾ ചിന്തിച്ചിരുന്നതെന്ന് നമ്മൾ മുമ്പ് പത്രങ്ങളിൽ വായിച്ചത് അത് തന്നെയായിരുന്നു. മഹാനായ താജുൽ ഉലമ അതേ മംഗലാപുരം പള്ളിയുടെ ഉദ്ഘാടനത്തിന് പോലും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ച് മാതൃക കാണിച്ചിരുന്നത്, മഹാനായ തങ്ങളവറുകൾ അതിൽ പങ്കെടുത്തിരുന്നത്. ഇന്നും ഉസ്താദ് അവറുകൾ ഐക്യത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുമ്പോൾ ആ ഐക്യത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറയുന്നവർക്ക് ദീനിൽ താല്പര്യമില്ലെന്ന് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കുന്നുണ്ടെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ ഈ സദസ്സിൽ ശേഷം ഇൻഷാ അല്ലാഹ് കൂട്ടായ പ്രാർത്ഥന സയ്യിദന്മാരും ഉസ്താദുമാരും നടത്തുന്നുണ്ട്. അല്ലാഹുവേ, ആ ദുആക്ക് നീ ഇജാബത്ത് നൽകണം റഹ്മാനെ. ഇവിടെ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അവരുടെ 40 സഅദിയയിൽ വരുന്ന 29-ാം തീയതി ഭംഗിയായി നടക്കുന്നു. അത് അറിയിക്കാൻ സംഘാടകർ അറിയിച്ചു. ഏപ്രിൽ 4 ജമിയത്തുൽ ഉലമയുടെ സമ്മേളനം നടക്കുന്നു. ഫൈസൽ പാറാട് മഞ്ഞപ്പിത്തത്തിന്റെ രോഗം കൊണ്ട് വിഷമിക്കുന്നുവെന്ന് നമ്മുടെ സജീവ പ്രവർത്തകൻ അല്ലാഹു തആല അദ്ദേഹത്തിന് പൂർണ്ണ ആഫിയത്ത് നൽകട്ടെ. വില്യാപ്പള്ളി കരീം മൗലവിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉസ്താദ് പറഞ്ഞു. അല്ലാഹു തആല ആഫിയത്ത് നൽകട്ടെ. അതുപോലെ നമ്മുടെ ഹുസൈൻ ഹാജി കുന്നുമക്കര അല്ലാഹു അദ്ദേഹത്തിന് പൂർണ്ണ ആഫിയത്ത് നൽകട്ടെ. അതുപോലെ മുനീർ ഹാജി ആമയൂർ 1 ലക്ഷം രൂപ മകന്റെ രോഗം
മക്കൾ സാലിഹാകാൻ, ബിസിനസ്സിലും കുടുംബത്തിലും ഒക്കെ പുരോഗതി ഉണ്ടാകാൻ അള്ളാഹു അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും നൽകട്ടെ. രോഗമുള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. മർക്കസ് യതീംഖാനയിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി അഡ്നോക്കിലുള്ള സ്വർണ്ണാഭരണം കൊണ്ടെത്തുന്ന ഈ സമ്മേളനത്തിലേക്ക്, സിറാജുലുലേക്കല്ല, സമ്മേളനത്തിലേക്ക്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അതുപോലെ സുഹൃത്തുക്കളെ, വെള്ളം കുപ്പി കൊടുക്കാൻ വേണ്ടി എത്ര കുപ്പി വെള്ളമാണ് ഇവിടെ കൊണ്ടുവന്ന് പലരും വിതരണം ചെയ്തത്. ഞങ്ങളൊരു 25,000 കുപ്പി വെള്ളം വേണമെന്ന് വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി പറഞ്ഞു. അന്ന് രാത്രി ഞാൻ 2 ആളെ വിളിച്ചു. 2 ആളും നമ്മളെ സംഘടനയുടെ അംഗങ്ങളോ പ്രവർത്തകരോ അല്ല. പക്ഷെ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അവരത് ഏറ്റെടുത്തു. അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ നിന്ന് വെള്ളം നൽകട്ടെ. അവരുടെ ബിസിനസ്സുകൾ അള്ളാഹു പുരോഗതി നൽകട്ടെ. വിഷമങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ. ചായപ്പടി പൂർണ്ണമായി നമ്മുടെ നീലഗിരിയിലുള്ള നമ്മുടെ പ്രവർത്തകർ ഏറ്റെടുത്തു. അള്ളാഹു തആല അവർക്ക് ഖൈർ നൽകട്ടെ. കാപ്പി ആവശ്യമുള്ളത് മുഴുവനും കൊടകിലുള്ള പ്രവർത്തകന്മാർ നമ്മെ ഏൽപ്പിച്ചു. ഇരിട്ടിയിൽ നിന്ന് അള്ളാഹു അവർക്ക് ഖൈർ ചെയ്യട്ടെ. ആവശ്യമുള്ള എണ്ണ പൂർണ്ണമായി പയ്യന്നൂരിൽ നിന്ന് കിട്ടി. പഞ്ചസാര പൂർണ്ണമായി തളിപ്പറമ്പിൽ നിന്ന് ഏറ്റു. അങ്ങനെ ഹൗദ് ആദ്യമായി പറഞ്ഞപ്പോൾ അതേ ഷാർജയിലുള്ള അബ്ദുള്ള ഹാജി തരാന്ന് പറഞ്ഞു. സ്റ്റേജുകൾക്ക് പലരും സംഭാവനകൾ ഏറ്റു. ഞാൻ സിറാജുലുലയുടെ ദിക്ർ ഹൽക്കയിൽ സ്റ്റേജിന് പൈസ ആണോ അതിന് എല്ലാവരും തന്നു. ഒരു സ്റ്റേജിന്റെ പൈസ അവിടുന്ന് കിട്ടി. അതുപോലെ പന്തലിന് പലരും സംഭാവന തന്നു. അതുപോലെ ICF-ന്റെ പ്രവർത്തകർ ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ്, UAE, സൗദി തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലുമുള്ളവർ പരമാവധി സഹായിച്ചു. ഓരോ ഗുരുക്കളും ഇനിയും തരും എന്നവർ പറഞ്ഞു. അള്ളാഹു അവർക്കെല്ലാം ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് ദീനീ ഖിദ്മത്തുകൾക്ക് അള്ളാഹു തആല അവർക്കെല്ലാം തൗഫീഖ് വർദ്ധിപ്പിക്കട്ടെ. ICF ഒമാൻ വൈസ് പ്രസിഡന്റ് മുസ്തഫ ഹാജി ഏറെയുടെ ഉമ്മ മരണപ്പെട്ടു. അള്ളാഹു തആല അവർക്ക് ഖബറിൽ സന്തോഷം നൽകട്ടെ, സ്വർഗം നൽകട്ടെ. MA ഉസ്താദ് അനുസ്മരണ കൃതി, അനുസ്മരണ ഖത്മുൽ ഖുർആൻ പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉള്ളാൾ സയ്യിദ് തങ്ങളുടെ അവിടെയുള്ള ഉറൂസ് ഏപ്രിൽ 2 മുതൽ 26 വരെ, അതും കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. MA ഉസ്താദിന്റെ 60 വർഷത്തെ കൃതികൾ ക്രോഡീകരിച്ചത് എല്ലാവരും ബുക്ക് ചെയ്യണം. നമ്മളെ സമ്മേളന സ്മരണി എല്ലാവരും ബുക്ക് ചെയ്യണം. ഇപ്പൊ തരാനില്ല. അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ സ്മരണിക കിട്ടാത്തവരൊക്കെ കോപ്പികൾ വാങ്ങണം. അങ്ങനെ എല്ലാ രംഗത്തും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി. ലഗേജ് നഷ്ടപ്പെട്ട ഒരാൾ, അതേ ലഗേജ് അള്ളാഹു തിരിച്ചു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെ സദസ്സ് ഏൽപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സമ്മേളനത്തിന് കടയില്ലാതെ വെക്കണമെങ്കിൽ എല്ലാവരും വലിയ സംഭാവന തരണം ദുആക്ക് മുമ്പ് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.